എം മണിയുടെ അധിക്ഷേപത്തിന് മറുപടിയുമായി ഡീൻ കുര്യാക്കോസ് എം പി. അസഭ്യം പറയാൻ ലൈസൻസ് ഉള്ള പോലെയാണ് മണിയുടെ ശൈലി. സാംസ്കാരിക നായകരും മാധ്യമങ്ങളും എം മണിക്ക് വിശുദ്ധ പദവി നൽകുന്നു. തന്നെ തെറി പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും കേരളത്തിലെ ജനങ്ങൾ അത് വിലയിരുത്തുമെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം മാധ്യമ പ്രവർത്തകർ എം മണിക്ക് എന്തോ വിശുദ്ധ പദവിയുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന് ചില പ്രത്യേക ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് അവർ വീണ്ടും ചിന്തിക്കട്ടെ. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. ഞാൻ ഏതായാലും ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സിജോ, നാടൻ ശൈലിയിലുള്ള എം മണിയുടെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഇതാദ്യമായല്ല വാർത്തയാകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപോ അതല്ലെങ്കിൽ അതിനുശേഷമോ ഒക്കെ ഡീൻ കുര്യാക്കോസിനെ വിമർശിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു വിമർശനം അല്ലെങ്കിൽ അധിക്ഷേപം അതിത്തിരി കടന്നുപോയോ? ഡീൻ കുര്യാക്കോസിന് മാത്രമല്ല, രാഷ്ട്രീയപരമായി പല നേതാക്കന്മാരെയും ഇത്തരത്തിൽ എം മണിയെ പോലുള്ള CPM-ന്റെ മുതിർന്ന ഒരു നേതാവ് ഇത്തരത്തിലുള്ള പരാമർശം പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. അതിനെതിരെ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇടുക്കി തൂക്കുപാലത്ത് നടന്ന അനീഷ് രാജൻ അനുസ്മരണ സമ്മേളനത്തിലായിരുന്നു എം മണി MLA-യുടെ ഈ ഒരു പരാമർശം. ഡീൻ കുര്യാക്കോസിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അധിക്ഷേപിച്ചത്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഡീൻ എന്നും ഷണ്ടന്മാരെ ജയിപ്പിച്ചു വിട്ടാൽ ജനം അനുഭവിക്കുമെന്നും വളരെ രൂക്ഷമായ ഭാഷയിൽ എം മണി പറയുകയും ചെയ്തു. പൗഡറും പൂശി ഫോട്ടോ എടുത്ത നാട്ടുകാരെ ഇപ്പോൾ ഒലത്താമെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡീന് മുമ്പുണ്ടായിരുന്ന PJ കുര്യൻ പെണ്ണുപിടിയനാണ് എന്ന് തുടങ്ങിയ പദപ്രയോഗങ്ങളും ഈ പ്രസംഗത്തിൽ എം മണി നടത്തിയിട്ടുണ്ട്. വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിയുടെ പണി, ഇടുക്കിക്കാരനായിട്ടുള്ളത് ജോയ്സ് ജോർജ് മാത്രമാണെന്നും എം മണി പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം തന്നെ എം മണിക്ക് ഡീൻ കുര്യാക്കോസ് മറുപടി നൽകിയിട്ടുമുണ്ട്. നാടൻ പ്രയോഗം എന്ന് പറഞ്ഞ പലപ്പോഴും എം മണിയുടെ അധിക്ഷേപത്തിന് മറുപടിയുമായിട്ട് ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP-യും രംഗത്തെത്തിയിരിക്കുകയാണ്. അസഭ്യം പറയാൻ ലൈസൻസ് ഉള്ള പോലെയാണ് മണിയുടെ ശൈലി. സാംസ്കാരിക നായകരും മാധ്യമങ്ങളും എം മണിക്ക് വിശുദ്ധ പദവിയാണ് നൽകുന്നത്. ഒപ്പം തന്നെ തെറി പറഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നുമാണ് ഡീൻ കുര്യാക്കോസ് എം മണിയുടെ അധിക്ഷേപത്തിന് മറുപടി നൽകിയിരിക്കുന്നത്.